തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നോടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും, എന്നിട്ട് ചാകും. അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞല്ലേ. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് ഒന്നും അല്ലായിരുന്നു, അറിയാമോ? അപ്പം ഗൈസ് നമുക്ക് നമ്മളെ മെയിൻ ചാനൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചാനലിനും കൂടി നമുക്ക് കിട്ടാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇതിലിടാൻ ഉദ്ദേശിച്ചിട്ടല്ല, 2ാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മെയിൻ ചാനലിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുള്ളൂ, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ലാഗ് അടിപ്പിച്ച് കേട്ടില്ല, എന്താ കാര്യം എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മിനിയേച്ചർ ഡ്രിൽ മെഷീൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ മിനിയേച്ചർ ഡ്രിൽ മെഷീൻ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഇത് തികച്ചും എക്സ്പെരിമെൻ്റാണ്, പരീക്ഷണമാണ്. സക്സസ് ആകുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കട്ട ബാറ്ററി, ഒരു മിനി മോട്ടർ, ഒരു സ്വിച്ച്, ഒരു ഫീമെയിൽ 2 പിന്ന്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത്ര വേണ്ടുള്ളൂ. പിന്നെ ഒരു കണക്ടറോ. ഓക്കെ, ഇത്ര സാധനങ്ങൾ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഇതാണ് പൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ ഫീമെയിൽ വേർഷൻ 2 പിന്നിൻ്റെയാണ്. അപ്പോൾ അതാണ് ആദ്യം പൊട്ടിക്കാൻ പോണത്. നമ്മളിത് കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മളിത് തുറക്കാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഇത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സാധനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഒരൊറ്റ ഈ ഒരു പീസ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്ക് മാറ്റി വെക്കാത്തത്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് നമ്മളോട് ബാറ്ററി ഇവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പുതിയത്, അതൊന്നും പൊട്ടിക്കുകയാണ്. നല്ല ബാറ്ററിയാണ്. നമുക്ക് ബാറ്ററി ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ബാറ്ററി വർക്കിംഗ് ആണ്. ഓക്കെ, നമുക്കിനി ഷോൾഡർ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നമുക്ക് ഷോൾഡർ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ ഗായ്സ് നമുക്ക് ബോഡി അത് സെറ്റാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഡ്രിൽ മെഷീൻ്റെ ഒരു ബോഡി നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാം.
അപ്പൊ ഗായ്സ് ഏകദേശം ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അതാണ് ഏകദേശം ഇതിന്റെ ഒരു ബോഡി. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം. ഗായ്സ് നമ്മളിനി വയറ് കണക്ഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് വയറൊക്കെ ഷോൾഡർ ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, ഷോൾഡർ മെഷീൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഷോൾഡർ ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അപ്പൊ ഒന്ന് ചൂടായി വരണം. അപ്പൊ ചൂടായിട്ട് കാണാൻ കഴിച്ചു. ഓക്കെ, നമ്മൾ ഷോൾഡറിലേക്ക് കടക്കുകയാണ്. നമ്മളിവിടെ വയറിവിടെ ഷോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റിക്കുള്ള വയറ് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ഷോൾഡർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ സെറ്റാക്കി ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത് നമ്മളിവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കണക്ഷൻ കൂടി കണ്ടിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കണക്ഷൻ കൊടുത്തിട്ടാണ് കാണാം. ഗൈസ് നമ്മളെ സാധനം നമ്മളെ സെറ്റായിട്ടുണ്ട്. നമ്മൾ കണക്ഷനൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ കണക്ഷനും കൂടി കൊടുത്തിട്ട് ഈ സെറ്റായ കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് ഇത് വെച്ചിട്ടൊന്ന് മുറുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പറ്റുമോ നോക്കണം. ഓക്കെ, നമ്മൾ ഈ തല വെക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു തല നമ്മൾ വെക്കാൻ പോകുന്നത് ഇതാണ് ട്യൂബിൻ്റെ ഫീമെയിൽ. അപ്പം ഇത് വെക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡ്രിൽ മെഷീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് വിറ്റിട്ട് കറക്കി വെക്കാം. ഞങ്ങൾ വിളിച്ച് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം കേസ്. ഓക്കെ, ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറങ്ങണില്ല. അപ്പോൾ ഞാനൊന്ന് ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നല്ല രീതിയിൽ ഇവിടെ കറങ്ങുന്നുണ്ട്. അത് നമുക്ക് ഇനി വിറ്റിട്ടൊന്ന് കളിക്കാം. അപ്പോൾ നമ്മളെ ഡ്രിൽ മെഷീൻ ഇവിടെ സെറ്റാണ്. ഓക്കെ, അങ്ങനെ ഗായ്സ് നമ്മളിവിടെ ഡ്രിൽ മെഷീൻ ഇവിടെ സെറ്റാക്കി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമ്മളിതിൽ എക്സ്ട്രാ ഒരു ബാറ്ററിയും കൂടി കൊടുത്തിട്ട് പവറിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ 2 ബാറ്ററി കൂടി സ്വിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എക്സ്ട്രാ വന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ ഇത് ജോയിൻ്റാണ്. ഇതിപ്പോൾ ഓണാക്കിയാൽ കറക്കുണ്ടാവും, പക്ഷെ പവർ കുറവാകും. അപ്പോൾ നമ്മൾ പവറിനായിട്ട് നമ്മളിവിടെ കട്ട ബാറ്ററി വെച്ചിട്ടുണ്ട് കേട്ടോ. പവർ ഇതൊരു കുത്തി കഴിഞ്ഞാൽ ഗായ്സ് പിന്നെ ഒന്നും നോക്കാല്ല. ഇതാണ് അപ്പോൾ അവസ്ഥ. അപ്പോൾ ഇതാണ് ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഡ്രില്ലറാണ്. അപ്പോൾ ഇത് നല്ല ബിറ്റാണ്, നല്ല ഹൈ ക്വാളിറ്റി ബിറ്റാണ്. അപ്പോൾ ഇതിട്ടിട്ട് തുറക്കുമ്പോൾ എന്തായാലും തുളയില്ല. അപ്പോൾ ഇതിനെക്കാട്ടും ചെറിയൊരു ബിറ്റ് ചെറിയ ബിറ്റ് ഇട്ടിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ട് തുളക്കുകയാണെങ്കിൽ എന്തായാലും തുളയും. കാരണം പവർ നല്ല പവറാണ് കേസ്. അതെ കണ്ടോ. അപ്പോൾ
ഇതിനനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് മിനിയേച്ചർ വേർഷൻ ആയതുകൊണ്ട് വലിയ സാധനങ്ങളൊന്നും തുളയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളും മരത്തടി എന്തായാലും തുളയില്ല. അതുകൊണ്ട് അപ്പോൾ ചെറിയ സാധനങ്ങൾ എന്തായാലും നമുക്ക് തുളക്കാൻ പറ്റുന്ന ഒക്കെ തുളയും. അപ്പോൾ അതാണ് ഇതിനുകൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക. പിന്നെ 2 ചാനലും കൂടെ എനിക്ക് തിരിച്ചു പിടിക്കാണ്ട് ഇത് 2ാമത്തെ ചാനലിൽ വരുന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും ഗുഡ് ബൈ.